സോ ബിടെക് ഫസ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സോ റീവാലുവേഷൻ പ്രോസസ് എന്താണ്? റീവാലുവേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പേപ്പർ എഴുതി, ബിടെക് ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾ സപ്ലൈ അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടാമായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 100-ൽ ഒരു 50 മാർക്ക് കിട്ടി, നിങ്ങൾക്ക് താല്പര്യം ഒരു 70 അല്ലെങ്കിൽ ഒരു 60 മാർക്ക് കിട്ടാനായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുന്നു. സോ KTUവിൻ്റെ കേസിൽ റീവാലുവേഷന് കൊടുക്കാൻ 630 രൂപയാണ് ഒരു സബ്ജക്റ്റിന് 630. സോ മോസ്റ്റ് പ്രോബ്ലി KTUവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ റീവാലുവേഷൻ സക്സസ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് റീവാലുവേഷൻ എടുത്തു. C+ ഉള്ളവർക്ക് S വരെ ആയിട്ടുണ്ട്. പിന്നെ സപ്ലി അടിച്ചവർക്ക് വരെ നല്ല ഗ്രേഡ്സ് കിട്ടിയിട്ടുണ്ട്, B+, C+. അത് റീവാലുവേഷൻ KTUവിൻ്റെ ഏറ്റവും വലിയ മോശമായ സിറ്റുവേഷൻ ആണ്. ഈ മാർക്ക് കൗണ്ട് ചെയ്യുന്നതിലും ആണ്. കാരണം അവർ ആദ്യം പേപ്പർ റിവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു മാർക്ക് ആയിരിക്കും, ചിലപ്പോൾ റീവാലുവേഷൻ എടുത്താൽ മാർക്ക് മാറും. അത് KTUവിന് ടാക്ടിക്സ് ആണെന്നാണ് സീനിയേഴ്സും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ റീവാലുവേഷൻ 630 രൂപ ഭയങ്കര ഹെവി എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. സോ അതിനുവേണ്ടി അവരെന്തും ചെയ്യുന്നുള്ള രീതിയാണ് എനിക്ക് അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ എനിക്ക് തോന്നിയിട്ടില്ല. KTU റീവാലുവേഷനാണ്. ഒരു പൈസയ്ക്ക് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ റീവാലുവേഷൻ പ്രോസസ്സ്, കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ പേപ്പർ എഴുതി, നമ്മൾ വിധിച്ച മാർക്ക് നമുക്ക് കിട്ടിയില്ല, അവരുടെ തെറ്റാണ്. ഇത് വീണ്ടും നമ്മൾ പൈസ കൊടുത്ത് മാർക്ക് ഇൻക്രീസ് ആവും. എന്നിട്ട് നമുക്ക് പിന്നെ റീവാലുവേഷന് റീഫണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. റീവാലുവേഷൻ ഒരു കേസ് പറഞ്ഞാൽ എൻ്റെ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാം ക്ലിയർ ആവും. സോ ദ സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ ഫോർ റീവാലുവേഷൻ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ബൈ എമിറ്റിംഗ് ദ റിക്വസ്റ്റഡ് ഫീ. ദ ഫൈനൽ മാർക്ക് വിൽ ബി അവാർഡഡ് ബെസ്റ്റ് ഓഫ് 2 മാർക്സ്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ ഒരു മാർക്കും കിട്ടും, നിങ്ങൾ ആദ്യത്തിൽ ഒരു മാർക്കും കിട്ടും. അപ്പോൾ രണ്ടിലെ ബെസ്റ്റ് നോക്കിയാണ് ഫൈനൽ മാർക്ക് തരാം. ഇഫ് ദ ഡിഫറൻസ് ഇൻ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ റിവാലുവേഷൻ ആൻഡ് ദ ഒറിജിനൽ വാലുവേഷൻ ഈസ് മോർ ദാൻ 15% ഓഫ് ദ മാർക്സ്, മാക്സിമം മാർക്സ്, ഇറ്റ് വിൽ ബി സെൻഡ് ഫോർ തേർഡ് വാലുവേഷൻ. 15% നിങ്ങളുടെ റീവാലുവേഷന് മറ്റേ മാർക്ക് മോർ ദാൻ 15% നിങ്ങളുടെ മാക്സിമം മാർക്കിനെങ്കിൽ ഇറ്റ് വിൽ ബി സെൻഡ് ഫോർ തേർഡ് വാലുവേഷൻ, വീണ്ടും വാലുവേഷൻ. ദ ഫൈനൽ മാർക്ക് വിൽ ബി ദെൻ ദ ആവറേജ് ഓഫ് ദ ക്ലോസർ ഓഫ് ദ 2 മാർക്സ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ റീവാലുവേഷൻ ടു ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റുഡൻറ്റ്. If this average mark is less than the original mark will be retained. If 15% or improvement is there in the revaluation, the fee collected will be refunded. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പൈസ തിരിച്ചു തരുന്നതാണ്, റീഫണ്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. 15% കൂടുതൽ ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻക്രീസോ ഉണ്ടെങ്കിൽ. ഞാൻ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്റ്റേണൽ നോയ്സാണ്, ഭയങ്കര ബുദ്ധിമുട്ട് വീഡിയോ ഒക്കെ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, റീവാലുവേഷൻ എന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ 2 പ്രാവശ്യം എക്സാം എഴുതി, ഒരു പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് സപ്ലി ഉണ്ട്, നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നു. റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിന് 630 രൂപയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് എന്ന് എനിക്കറിയാം. സോ മോസ്റ്റ് ഓഫ് ദ കേസസിൽ KTU റീവാലുവേഷൻ സക്സസ്ഫുൾ ആണ്. സോ താല്പര്യമുള്ളവർ കൊടുത്തു നോക്കുക, റിസൾട്ട് വരുന്ന സമയത്ത്. ഇപ്പോഴേ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, സോ 2 ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് ഫോണിലൊരു കോൾ വന്നത്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മീൻസ് ഏതൊരു കുട്ടി വിളിച്ച് തന്നെ പ്രാങ്ക് ചെയ്യുന്നത്, ലേഡിയാണെന്ന് മനസ്സിലായ വോയിസ് കേട്ടപ്പോൾ. സോ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ചേട്ടനോട് അങ്ങനത്തെ ഒരു രീതിയാണ് അപ്രോച്ച് വന്നത്. സോ ആ കുട്ടി വാട്സപ്പ് ഗ്രൂപ്പിലൊന്നുമില്ല. പിന്നെ അപ്പോൾ തന്നെ കോൾ ആയിട്ട് ഞാനായിട്ട് തിരിച്ച് വിളിക്കാനും പോയിട്ടില്ല. അപ്പോൾ ആ കുട്ടീനോട് എനിക്ക് പറയാം, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പോൾ ആ കുട്ടിയിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫൺ ആസ്പെക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ ഞാൻ അത്രയും തിരക്കുള്ള സമയത്തേക്ക് ഫോൺ എടുക്കുക. എനിക്ക് തിരക്കൊന്നും അങ്ങനെയല്ല, മീൻസ് എന്തെങ്കിലും അർജൻസി ഉള്ളപ്പോഴായിരിക്കും ഫോൺ എടുത്തുകൊണ്ട് എടുക്കുക. അപ്പോൾ കുറേ നേരം മീൻസ് ഞാനെന്തോ ആദ്യം വന്ന് ഡൗട്ടൊക്കെ സംസാരിച്ചു, പിന്നെ ലാസ്റ്റ് അത് പറയും കോൾ കട്ടയിലായിരുന്നു. ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് ആ കുട്ടി GEC തൃശ്ശൂരിലില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വർത്തമാനത്തിൽ അങ്ങനെയാണ് മനസ്സിലായത് ഞാൻ GEC തൃശ്ശൂരാണ്. പക്ഷേ ഞാൻ എന്തായാലും അതിൻ്റെ പുറകെ ഒന്നും പോയില്ല. പക്ഷേ കാര്യം പറയാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മീൻസ് വിളിക്കുക, അല്ലാണ്ട് മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മതി. അത് ഞാനും ഫണ്ട് ആസ്പെക്റ്റിൽ എടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾ വിളിച്ച ടൈം എൻ്റെ ടൈം പോക്കുന്നതല്ല, നിങ്ങളുടെ ടൈമും കൂടിയാണ് നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ വിത്ത് ചാനൽ, ബി വിത്ത് ചാനൽ. അതിനൊരു കാര്യം പറയാം, KIIM 2023 വീഡിയോസ് കുറച്ചും കൂടി സ്പെഷ്യൽ രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ കുറച്ച് സ്പെഷ്യൽ ടാക്ടിക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബിടെക് ഫസ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിടെക് ഫസ്റ്റ് ഇയറിൻ്റെ S2ൻ്റെ എക്സാം എന്തായാലും നമ്മൾ പൊളിക്കും. കാരണം അതിനുള്ള പുതിയ അന്ന് പണ്ട് എനിക്ക് ഫെസിലിറ്റി ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് ഫെസിലിറ്റീസൊക്കെ എനിക്ക് കൂടി വരും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ വിത്ത് ചാനൽ ആൻഡ് ബി വിത്ത് ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.